നിലം തൊടാതെ നിൽക്കുന്ന തൂണിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം. ഒറ്റക്കല്ലിൽ നിർമ്മിച്ച 7 തലയുള്ള നാഗത്തിന്റെ പ്രതിമ. ഏതൊരാളെയും വിസ്മയിപ്പിക്കുന്ന നിർമ്മിതിയാണ് ലേപാക്ഷി ക്ഷേത്രം. പുരാതന ഭാരതീയ വാസ്തുവിദ്യയുടെ ഇനിയും കണ്ടെത്തുവാൻ കഴിയാത്ത സാധ്യതകളിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നിപ്പിക്കുന്ന പല കഥകളുമുണ്ട്. സത്യമേതാണ്, കഥയേതാണ് എന്ന് വിശ്വാസികളെ കുഴപ്പിക്കുന്ന ലേപാക്ഷിയുടെ വിശേഷങ്ങൾ കേൾക്കാം. കഥകളും മിത്തുകളും ഒരുപാടുണ്ടെങ്കിലും ലേപാക്ഷിയുടെ ചരിത്രത്തിലേക്ക് ആദ്യം പോകാം. 1583 വിജയനഗര വാസ്തുവിദ്യയിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. വീരഭദ്രന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം വീരണനെന്നും വിരൂപണനെന്നും പേരായ 2 സഹോദരങ്ങൾ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികൾക്കും കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങൾക്കും എല്ലാം പ്രസിദ്ധമാണ് ഇവിടം. നിലം തൊടാതെ തൂങ്ങിക്കിടക്കുന്ന കൊത്തുപണികൾ നിറഞ്ഞ തൂണുകൾ, 27 അടി നീളമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയ നന്ദികേശ പ്രതിമ, ഒറ്റക്കല്ലിൽ തീർത്ത 7 തലയുള്ള നാഗപ്രതിമ തുടങ്ങിയവയാണ് ഇവിടത്തെ ആകർഷണങ്ങൾ. കർണാടക ആന്ധ്രാപ്രദേശ് അതിർത്തിയിലായി ആന്ധ്രയിലെ അനന്തപൂർ ജില്ലയിലാണ് ലേപാക്ഷി സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂരിൽ നിന്നും 124 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിലൂടെയുള്ള സുഖകരമായ യാത്ര. ലേപാക്ഷി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലെത്തുക ഇവിടത്തെ നിലംതട തൂണുകളാണ്. ഇവിടത്തെ 70-ലധികം വരുന്ന കൽത്തൂണുകളിൽ ഒന്നുപോലും നിലം സ്പർശിക്കുന്നില്ല. അക്കാലത്ത് എങ്ങനെയാണ് ഇത്രയും സങ്കീർണമായ രീതിയിൽ ഇത്രയധികം തൂണുകൾ, അതും ഒരൊറ്റയൊന്നു പോലും നിലം തൊടാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നതിന് ഒരു തെളിവുകളും അവശേഷിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതിന്റെ നിർമ്മാണ രഹസ്യം കണ്ടെത്തുവാൻ ഏറെ പരിശ്രമിച്ചുവെങ്കിലും അവർക്ക് കണ്ടുപിടിക്കാനായില്ല എന്നതാണ് വിവരം. തൂണിനും നിലത്തും ഇടയിലുള്ള സ്ഥലത്തുകൂടെ നിലം തൊടാതെ വസ്ത്രം കടത്തിയാൽ എല്ലാ ദുഃഖങ്ങൾക്കും അറുതിയുണ്ടാകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഒറ്റക്കല്ലിലെ നന്ദിയും 7 തലയുള്ള നാഗവും ഇവിടെ എത്തുന്നവരെ വിസ്മയിപ്പിക്കുന്ന സൃഷ്ടികളാണ്. ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയ നാഗപ്രതിമയാണ് ഇവിടത്തേത്. ശിവലിംഗത്തിന് തണലായി 7 തലയുള്ള നാഗം കാവൽ നിൽക്കുന്ന രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച നന്ദിയുടേതാണ്. 27 അടി നീളവും 15 അടി ഉയരവുമുള്ള ഒറ്റക്കല്ലിൽ കൊത്തിയിരിക്കുന്ന നന്ദിയുടെ വിഗ്രഹം. ശിവൻ, വിഷ്ണു, വീരഭദ്രൻ എന്നീ 3 ദൈവങ്ങൾക്കും ഇവിടെ പ്രത്യേകം പ്രതിഷ്ഠയുണ്ട്. കൊത്തുപണികളും കൽപ്പണികളും ഏറെയുള്ള ക്ഷേത്രത്തിൽ കാണുവാൻ കഴിയുന്ന മറ്റൊരു ആകർഷണമാണ് ഇവിടെ പതിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന സീതയുടെ കാലടികൾ. ക്ഷേത്രത്തിലെ കല്യാണ മണ്ഡപം കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ നിലത്ത് വലിയൊരു കാലടി കാണാം. എപ്പോഴും നനഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് ഇതുള്ളത്. പാദത്തിനടിയിൽ നിന്നും എപ്പോഴും വെള്ളം മുകളിലേക്ക് വരുമെങ്കിലും എവിടെയാണ് ഇതിന്റെ ഉറവയെന്ന് കണ്ടെത്തുവാനായിട്ടില്ല. പുരാണത്തിലെ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ നഗരമാണിതെന്നാണ് വിശ്വാസം. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് തടയാൻ ചേർന്ന ജടായുവിനെ രാവണൻ വെട്ടിവീഴ്ത്തി. ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്താണത്രേ ജടായു വീണത്. സീതയെ അന്വേഷിച്ചെത്തിയ രാമനെ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ ജടായുവിനെ നോക്കി രാമൻ സ്നേഹത്തോടെ ലേപാക്ഷി എന്ന് വിളിച്ചുവത്രേ. തെലുങ്കിൽ എഴുന്നേൽക്കൂ പക്ഷിശ്രേഷ്ഠ എന്നാണ് ഇതിനർത്ഥം. അങ്ങനെയാണ് ലേപാക്ഷി എന്ന് ക്ഷേത്രത്തിന് പേരു ലഭിച്ചത് എന്നാണ് ഒരു വിശ്വാസം. കർണാടകയുടെയും ആന്ധ്രയുടെയും അതിർത്തിയിലായാണ് ലേപാക്ഷി സ്ഥിതി ചെയ്യുന്നത്. കൾച്ചറൽ ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.